ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ഹിസ്റ്ററി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് പഠിച്ചു പോവാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരി ആരാണ് എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇതാണ് 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഇതിലെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സ്വാതി തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി, ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്, സർ CP എന്നിവരാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അല്ലേ. പഠിച്ചു വയ്ക്കുക, ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആൻസർ B ആണ് ഇവിടെ വരുന്നത് എന്ന് പഠിക്കുക കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു ആര്? റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അടിമക്കച്ചവടം നിർത്തലാക്കി ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1812 എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ജില്ലാ കോടതി, അപ്പീൽ കോടതി എല്ലാം നിലവിൽ വന്നതും നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 1836 സമത്വ സമാജം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത പിശാചുകൾ എന്ന് വിശേഷിപ്പിച്ചു. എല്ലാ ജാതിക്കാർക്കുമായി പൊതുകിണറുകൾ നിർമ്മിച്ചു. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് ഈ കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാനാവുക? ആരാണ്? ഓർത്തിരിക്കുക, സമത്വ സമാജം സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ. അയ്യ വൈകുണ്ഠറാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓർത്തിരിക്കുക കേട്ടോ. ആൻസർ D ആണ് വരുന്നത്. ഓപ്ഷൻ D ആണ് വരുന്നത്. വൈകുണ്ഠ സ്വാമികളാണ് എന്ന് ഓർക്കുക. എന്നാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? 1836 സമത്വ സമാജം സ്ഥാപിച്ചത് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓർക്കുക, പൊതുകിണറുകൾ സ്ഥാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ പൊതുകിണറുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? മുന്തിരി കിണറുകൾ എന്ന പേരിലായിരുന്നു കേട്ടോ. മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ ജീവിത സ്മരണകൾ, പഞ്ചകല്യാണി നിരൂപണം എന്നീ കൃതികൾ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എൻ്റെ ജീവിത സ്മരണകൾ അല്ലേ. എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ഓർത്തിരിക്കുക, മന്നത്ത് പത്മനാഭന്റെ ആണല്ലേ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് ഇത് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. അതുപോലെ പഞ്ചകല്യാണി നിരൂപണം ആരുടേതാണ്? മന്നത്ത് പത്മനാഭന്റെ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഇത് സവർണജാഥ അല്ലെ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് എന്ന് ഓർക്കുക. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണജാഥ നയിച്ചത്. ഏത് വർഷമാണ് സവർണജാഥ നയിച്ചത് എന്ന് ചോദിച്ചാൽ 1924 നവംബർ 1 എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. 1924 നവംബർ 1 സവർണജാഥ നയിച്ചത് എന്നോർക്കുക. അതുപോലെ തന്നെ NSSന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അതും പഠിച്ചു വയ്ക്കുക. അതുപോലെ സവർണജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് നയിച്ചത് എന്നോർക്കുക. അതുപോലെ തന്നെ വിമോചന സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ആരാണ്? മന്നത്ത് പത്മനാഭനാണെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഐത്തത്തിനും ജാതീയതയ്ക്കുമെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ. ജീവിതകാലം 1814 മുതൽ 1909 വരെ പന്തി ഭോജനം തുടങ്ങി വെച്ച പരിഷ്കർത്താവ്. ഈ വിശേഷണങ്ങൾ യോജിക്കുന്നതാർക്ക്? നമുക്കറിയാം പന്തി ഭോജനം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആരാണ് വരുന്നത്? തൈക്കാട് അയ്യാസ്വാമികളാണ് അല്ലേ. പന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൈക്കാട് അയ്യാസ്വാമികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓർക്കുക, 1814 മുതൽ 1909 വരെ
പന്തി ഭോജനം തുടങ്ങി വെച്ച പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ്? തൈക്കാട് അയ്യാസ്വാമികളാണ്. തൈക്കാട് അയ്യാസ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഗുരുവിന്റെ ഗുരു എന്ന പേരിലാണ് അല്ലേ അറിയപ്പെടുന്നത്. എന്താണ്? ഗുരുവിന്റെ ഗുരു. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ആരൊക്കെ? ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി എന്നിവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായിരുന്നു ആര്? തൈക്കാട് അയ്യാസ്വാമികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗുരുവിന്റെ ഗുരു എന്ന പേരിലാണ്. അതുപോലെ തന്നെ മറ്റു പ്രമുഖ നവോത്ഥാന നായകന്മാരായ ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളികൾ, ശ്രീനാരായണ ഗുരു എന്നിവരെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ പന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തൈക്കാട് അയ്യാസ്വാമികളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? ആരാണെന്ന് ഓർക്കുക. ചട്ടമ്പി സ്വാമികളാണ് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത്. സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴാണ് ഇത് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തത്. ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും ആരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത എന്ന കാര്യം ഓർക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? നരേന്ദ്രനാഥ് ദത്ത എന്നതായിരുന്നു കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശങ്കരാചാര്യർ, മന്നത്ത് പത്മനാഭൻ, തകഴി, ശ്രീനാരായണ ഗുരു. ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു കേട്ടോ. പഠിച്ചു വെക്കുക. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ? മീനമാസത്തിലെ സൂര്യൻ, സന്ദേശം, ലാൽ സലാം, വീരപുത്രൻ. നമുക്കറിയാം മീനമാസത്തിലെ സൂര്യനാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അവർക്ക് കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ കയ്യൂർ സമരം നടന്നതെന്നാണ് 1941 എന്ന് ഓർക്കുക. അതുപോലെ തന്നെ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? EK നയനാറാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. EK നയനാർ. EK നയനാറാണ് എന്ന കാര്യം കൂടെ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ B ആണ് വരുന്നത്. പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1946 എന്ന് ഓർക്കുക. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ് എന്ന കാര്യവും ഓർക്കുക കേട്ടോ. ആരാണ്? VS അച്യുതാനന്ദനാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. ഓർത്തിരിക്കുക, തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നു. വർഷം ഓർത്തിരിക്കുക, 1946 പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ് എന്നുകൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസിഡർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ ആരാണ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കുക, നിക്കി ഹാലി ആണ് കേട്ടോ. ആരാണ്? നിക്കി ഹാലിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസിഡർ സ്ഥാനത്ത് നിന്നും രാജിവെച്ച ഇന്ത്യൻ വംശജ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഇപ്പോഴത്തെ
കൗൺസിൽ അല്ലെ, ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് സെക്യൂരിറ്റി കൗൺസിൽ, അതുപോലെ തന്നെ പൊതുസഭ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെ. പ്രധാനമായിട്ടും 6 ഘടകങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അത് നിർത്തലാക്കി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പൊതുസഭ, സെക്യൂരിറ്റി കൗൺസിൽ, ഇതൊക്കെയാണ് ഏത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ സെക്രട്ടറി ജനറലും പഠിച്ചു വെക്കുക. ഇപ്പോഴത്തെ ആരാണ്? അന്റോണിയോ ഗുട്രസ് ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? അന്റോണിയോ ഗുട്രസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്നുകൂടെ പഠിച്ചു വെക്കുക. അതുപോലെ UN എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. എന്നാണ് നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത് എന്നോർക്കുക. UN ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഒക്ടോബർ 24 എന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം. ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത്? ഓർത്തിരിക്കുക, ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ആരാണ്? ഗിഫോർഡ് ആണ് കേട്ടോ. ആരാണ്? ഗിഫോർഡ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 എങ്കിൽ വേണാട് ഉടമ്പടി നടന്നതെന്നാണ്? 1724 എന്നും കൂടെ പഠിച്ചു വെച്ചോളുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ആരാണ്? രാമനമ്പി, കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ, ബാഹുലയൻ. ഇതിൽ ഓർത്തിരിക്കുക, ആരാണ്? രാമനമ്പിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? രാമനമ്പിയാണ് എന്നോർക്കുക. അതുപോലെ പ്രധാന നേതാവിനെ കൂടെ പഠിച്ചു വയ്ക്കുക, ആരാണ്? TK മാധവൻ. ആരാണ്? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? 1924 ആരംഭിച്ചത് എന്നോർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ എന്നായിരുന്നു? 1924 നവംബർ 1 എന്ന കാര്യം ഓർക്കുക. അതുപോലെ വൈക്കം ഹീറോ, പെരിയോർ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് എന്നുകൂടെ പഠിച്ചു വെക്കുക. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയതെന്നാണ്? 1925 എന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, കവി തിലകം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? അരയ സമാജം. ഏതാണ്? അരയ സമാജം. അതുപോലെ കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനും ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്കറിയാം പരീക്ഷയൊക്കെ അടുത്ത് തുടങ്ങി, ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ഡേറ്റ് ഒക്കെ വന്നു തുടങ്ങി, കൺഫർമേഷനൊക്കെ കൊടുക്കാനുള്ള സമയമൊക്കെ ആയില്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഇനി വരുന്ന കുറേ അവസരങ്ങളുണ്ട് അല്ലേ. അതുപോലത്തെ മികച്ചൊരു അവസരമാണ് ഇത് LDC എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, LDCക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുക. നമ്മുടെ മിൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഓർക്കുക, ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓർക്കുക, മികച്ച പഠനം മിൻറ്റിനൊപ്പം. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ ഓരോ സബ്ജക്റ്റുമായിട്ട് ടീച്ചേഴ്സ് വരുന്നതായിരിക്കും കേട്ടോ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ സെഷൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.